തിരുവനന്തപുരത്തെ കൂടെ ഒന്ന് പോകണം. അവിടെ കാട്ടാക്കടയിലാണ് ഇപ്പോൾ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ അടിയന്തര പരിശോധനയിൽ പ്രദേശത്തെ ഒരു ബേക്കറിയിൽ നിന്നാണ് ശേഖരിച്ച ജ്യൂസ് സാമ്പിളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യവും മറ്റും കണ്ടെത്തിയത്. അതൊരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ആ മേഖലയിൽ. കാരണം ബേക്കറി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഒരുപാട് ആളുകൾ വന്നു പോകുന്ന, സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഷിഗല്ലയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വയനാടിനും കൊല്ലത്തിനും പുറമെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഷിഗല്ല ബാക്ടീരിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട്ടിൽ 16 പേർക്കും ഇത്തരത്തിൽ രോഗം നേരത്തെ സ്ഥിരീകരിച്ച വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അരുൺ മോഹനും ജയരാജ് ബത്തേരിയും എസ് വിനീഷും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അരുൺ മോഹനിലേക്ക് ഒന്ന് പോകണം. അരുണ, ഈ കാട്ടാക്കടയിലെ ബേക്കറിയിൽ എന്ത് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന? ഇപ്പോൾ എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു ഈ പറയുന്ന കാട്ടാക്കട ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു കടയിൽ ഈ പറയുന്ന ഷിഗല്ലയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള വിവരം ആരോഗ്യവകുപ്പിന് അറിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റൊട്ടീൻ പരിശോധനയുടെ ഭാഗമായി ആരോഗ്യവകുപ്പും ഒപ്പം പഞ്ചായത്ത് അധികൃതരും കൂടി നടത്തിയ ഒരു പരിശോധന ഉണ്ടായിരുന്നു കഴിഞ്ഞ 29-ന്. അന്ന് ഈ പറയുന്ന ഈ KSRTC ഡിപ്പോ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന ബേക്കറികളിൽ നിന്ന് ഈ പറയുന്ന വെള്ളത്തിന്റെ സാമ്പിളുകൾ എടുത്തിരുന്നു. പ്രത്യേകിച്ച് കാരണം ധാരാളം കുട്ടികൾ, മലയോര മേഖലയിലുള്ള പ്രദേശമാണിത്, അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്, നഗരത്തോടടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാട്ടാക്കട എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ധാരാളം കുട്ടികൾ വന്ന് ഈ വെള്ളം കുടിച്ചൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് കടകളിൽ നിന്ന്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായി പരിശോധന നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എന്തായാലും പരിശോധനയുടെ ഫലത്തിൽ ഷിഗല്ലയുടെ ഒരു സാന്നിധ്യം കണ്ടു എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഇന്നലെ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് വീണ്ടും പരിശോധന നടത്തി ഈ കടയ്ക്ക് നോട്ടീസ് നൽകി താൽക്കാലികമായി അടപ്പിക്കുകയായിരുന്നു. അതേസമയം ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിസരത്തുള്ള മറ്റു കടകളിൽ നിന്നൊക്കെ വെള്ളം ശേഖരിച്ചിട്ടുണ്ട്, പരിശോധനയ്ക്ക് അത് വിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ പൈപ്പ് വെള്ളവും ഒപ്പം ഈ സമീപത്തെ ഈ ഡിപ്പോയിലെ തന്നെ കിണറ്റിൽ നിന്നൊക്കെയാണ് ഇവർ വെള്ളം ഉപയോഗിച്ച് പ്രാദേശികമായി ഈ ശീതളപാനീയങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ഈ പറയുന്ന വെള്ളമൊക്കെ ഇപ്പോൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അടിയന്തരമായി ഒരു യോഗം കൂടി അടിയന്തരമായി ഇന്ന് പഞ്ചായത്ത് നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള നടപടിയായി മുന്നോട്ട് പോകുന്നു. ആശങ്ക വേണ്ട എന്നുള്ളതാണ്. കാരണം ഇതുവരെ ആർക്കും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് നമുക്കിപ്പോൾ രോഗം സ്ഥിരീകരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ബേക്കറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പോയവരും ശീതളപാനീയം ഒക്കെ വാങ്ങിപ്പോയവരും കാണുമല്ലോ സ്വാഭാവികമായ അരുണ്. അവരെയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പക്ഷെ അത്തരം എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഉണ്ടോ? അവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളവർ ആശുപത്രികളിൽ പരിശോധന നടത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകൾ ഉണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഗൗരവമായ കാരണം. ഈ പറയുന്ന കാട്ടാക്കട എന്ന് പറയുമ്പോൾ കാട്ടാക്കട, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വെള്ളറ തുടങ്ങിയ മേഖലകൾ നഗരപ്രദേശവുമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുന്ന് ധാരാളം ആൾക്കാർ വന്നു പോകുന്ന ഒരു ഡിപ്പോയാണ്. സ്വാഭാവികമായി വെള്ളം കുടിക്കാൻ ഇതൊരു വ്യാപനം പോയി കഴിഞ്ഞാൽ എവിടുന്നാണ് എന്താണെന്നുള്ളത് അറിയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഈ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ. അതാണ് സാഹചര്യം. കാട്ടാക്കടയിലെ ഒരു ബേക്കറിയിലെ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് കാണേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.